ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് നേരെ ഒരു ദോശ ഇടാനുള്ള ഒരു പ്ലാനിൽ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ പാത്രമൊക്കെ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കത്തിച്ച് പാൻ വെച്ച് എന്നിട്ട് ദോശ ഇടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് ദോശയാണ് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനാണ് അപ്പോൾ ദോശ ചുടാൻ പോകുന്നത്. അപ്പോൾ ചുടാനൊന്നും അറിയില്ല, എന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ദോശ മാവൊക്കെ ഒന്ന് ഇളക്കി നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ദോശ ചുടാനായിട്ട് പാൻ എടുത്ത് വെച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കണോ വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി. അതിനുശേഷം ഞാൻ ദോശമാവ് എടുത്തു, പാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങനെ ആക്കണ സമയത്ത് ദോശമാവ് ആകെ കൊള്ളായി. അങ്ങനെയല്ല, എൻ്റെ ആക്കേണ്ട രീതി അങ്ങനെയല്ലായിരുന്നു, അത് കാരണം കൊണ്ടാണ് അതങ്ങനെയായത്. ഓക്കെ, അങ്ങനെ ദോശമാവ് ആക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെങ്ങൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല ആക്കേണ്ടത്, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ ദോശ മറച്ചിട്ടൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം പുള്ളിക്കാരി വേറൊരു ദോശ എനിക്ക് ചുട്ട് തരികയാണ്. ആളിങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്, പക്ഷെ എനിക്കറിയില്ല, ദോശ ഇടാൻ അറിയാത്ത കാരണം കൊണ്ട് അങ്ങനെ ആയതാണ്. അങ്ങനെ അവൾ എനിക്കൊരു ദോശ ചുട്ട് തരികയാണ്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് ദോശയും ചമ്മന്തിയൊക്കെ ചുട്ട് തന്നു. അങ്ങനെ ഞാൻ ദോശ കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴയാണ്. മമ്മീനെ രാവിലെ തന്നെ ജോലിക്ക് കൊണ്ടുവന്നാക്കേണ്ട ഒരു ചടങ്ങുണ്ട്, അപ്പോൾ ഞാൻ തന്നെയാണ് ഡെയിലി കൊണ്ടുവന്നു വിടാറ്. മമ്മീനെ അങ്ങനെ കൊണ്ടുവന്നാക്കി. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല മഴയായത് കാരണം കൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്, 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. അങ്ങനെ ഞാൻ വാക്കിംഗ് സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അങ്ങനെ ഏലൂരാണ് ഈ സ്ഥലം. ഏലൂര് പാതാളം മഞ്ഞുമ്മൽ എന്ന് പറയുന്ന ഒരു സർക്കിളാണ് ഈ സ്ഥലത്തിനെ പറയുക. അങ്ങനെ ഇവിടെ ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, ഫുൾ കമ്പനികളാണ്. കണ്ടപ്പോൾ കൊഴിലും കാര്യങ്ങളും എല്ലാം, ഇവിടെ നിറച്ചും പൊല്യൂഷനും കാര്യങ്ങളാണ്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നുള്ളൂ, വളരെ കുറച്ച് പേരാണ് ഇവിടെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ എപ്പോഴും പുകയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതാണ്. അങ്ങനെ തന്നെ ഏകദേശം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഞാനങ്ങനെ ഓഫീസിലെത്തി, ഓഫീസിൽ വന്നു, വണ്ടി പാർക്ക് ചെയ്ത്. അപ്പോൾ വണ്ടി അവിടെ കിടപ്പുണ്ട്, ഞാൻ ലോഡ് കൊണ്ടുവന്ന വണ്ടി അവിടെ കിടപ്പുന്നുണ്ട്. പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ലോഡ് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡ് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കെട്ടലും കുറച്ച് കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ഇതാണ് കോട്ടൺ വേസ്റ്റ്, ഇതിൻ്റെ സപ്ലൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ കോട്ടൺ വേസ്റ്റ് ഇതാണ്. ഇപ്പം നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇതാണ്. ഓഫീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വീട്ടിൽ തന്നെയാണ്, ചെറിയൊരു ഒരു ഗോഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിതാ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് CNG വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പെട്രോളിൽ സ്റ്റാർട്ടായതിനു ശേഷം CNGക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ CNGയിൽ കൺവേർട്ട് ആയി. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറ്റിയില്ലായിരുന്നു, കാരണം മഴയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ലോഡ് നമ്മൾ ഓഫീസിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ടാണ് ലോഡ് കയറ്റിയതും കാര്യങ്ങളൊക്കെ. അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും, ലോഡ് കയറ്റുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും, വ്യക്തമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാതാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പാതാളത്തിൽ നിന്ന് മഞ്ഞുമ്മൽ ആണ് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി. ഇപ്പോൾ നമ്മൾ പാതാളം കഴിഞ്ഞ് മഞ്ഞുമ്മൽ സിഗ്നലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മഞ്ഞുമ്മൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് അടുത്ത ഡെലിവറി സ്പോട്ട് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലും സപ്ലൈ വരുന്നത് ഹാർഡ്വെയർ ഷോപ്പുകളിലും വർക്ക്ഷോപ്പുകളിലും പിന്നെ കുറച്ച് ഷോറൂമുകളിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് സപ്ലൈ വരുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ പോകുന്നത് നമ്മളൊരു ഷോറൂമിലേക്കാണ്, അവിടെയാണ് നമുക്ക് ഫസ്റ്റ് ഡെലിവറി ഉള്ളത്. ഇപ്പം മഞ്ഞുമ്മലാണ്, മഞ്ഞുമ്മൽ ഹൈവേ ആണ്. ഞാൻ മഞ്ഞുമ്മലിൽ നിന്ന് ചേരാനെല്ലൂർ പോകുന്ന ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കുന്നത് കാണുമോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമെന്നറിയില്ല, മഴ പെയ്യുന്ന കാരണം കൊണ്ട് ക്ലിയർ അല്ല. അങ്ങനെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലോഡ് ഇറക്കാൻ വേണ്ടി നമുക്കൊരു ഹെൽപ്പർ ഉണ്ട്, എൻ്റെ കൂടെ ഒരു ഹെൽപ്പർ ഉണ്ട്, ബായ്.
പുള്ളിയാണ് ലോഡെല്ലാം ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലിസ്റ്റ്. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ലോഡ് എത്തിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ലിസ്റ്റ് പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഇതൊരു അണ്ടർ പാസേജ് റോഡാണ്. അപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് ആയിരിക്കും കത്തുക. അവിടുത്തെ വണ്ടികൾ ഫുള്ളും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീൻ ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അവിടേക്ക് പോകുമ്പോൾ അവർക്ക് റെഡ് ലൈറ്റ് കത്തുന്നതായിരിക്കും. ഒരു നല്ലൊരു ടെക്നോളജി പരമായിട്ടുള്ളൊരു നല്ല കാര്യമാണ്. അത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നി കാണിച്ചു തന്നാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് വീണിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കണ്ടൊരു വണ്ടിയാണ്, വളരെ നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ്. എന്ത് വണ്ടിയാണെന്ന് അറിയില്ല. എന്ത് വണ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അവിടെ എല്ലാം സപ്ലൈ കഴിഞ്ഞു. ഇപ്പം നമ്മൾ വന്നിത്തിരിക്കുന്നത് ബാനർജി റൂട്ടിലാണ്. അവിടെ വളരെയധികം ബ്ലോക്കാണ്, നല്ല രീതിയിലുള്ള ബ്ലോക്കാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ഇവിടെ ലോഡ് ഇറക്കി. അതിനുശേഷം ഇനി ബില്ലും കാര്യങ്ങളും സൈൻ ചെയ്ത് മേടിക്കേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇവിടെ ലോഡ് ഇറക്കണം. അപ്പോൾ ഇതാ അവിടെ നിന്ന് ലോഡ് എല്ലാം ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആള്. 50 കിലോൻ്റെ ചാക്കാണ് ഇവിടെ ഇറക്കേണ്ടത്. അങ്ങനെ സമയം 3:36 ആയിട്ടുണ്ട്. അടുത്തത് നമ്മളിനി തമ്മനത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബുക്കിംഗ് ഓഫീസിൽ കുറച്ച് ലോഡ് ഇറക്കാനുണ്ട്. തമ്മനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തമ്മനത്ത് ലോഡ് ഇറക്കി, ബുക്കിംഗ് ഓഫീസിൽ ലോഡ് ഇറക്കിയതിന് ശേഷം നമ്മൾ പാലാരിവട്ടം കൂടി നമ്മൾ എടപ്പള്ളി ലുലു മാളിൻ്റെ അവിടെ വന്ന് കയറിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചുകൊണ്ട് കുറച്ച് ലോഡ് ഇറക്കുന്ന കാര്യങ്ങളും കാണിച്ചില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സെയിം ഇതന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഇനി നേരെ അമ്പാട്ടുകാവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു ഷോറൂമിൽ ലോഡ് ഇറക്കാനുണ്ട്. നേരെ അമ്പാട്ടുകാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. നല്ല മഴയുണ്ട്, പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. അപ്പോൾ ഇത് എടപ്പള്ളി ടോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്ന വഴിയാണ്. ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ നേരെ അമ്പാട്ടുകാവിൽ എത്തിയിട്ടുണ്ട്. അമ്പാട്ടുകാവിൽ ഇവിടെ ഒരു ലോഡ് ഇറക്കാനുണ്ട്. അങ്ങനെ നേരെ അമ്പാട്ടുകാവിൽ ഒരു ടാറ്റയുടെ ഷോറൂമിലാണ് ലോഡ് ഇറക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ അമ്പാട്ടുകാവിൽ ലോഡ് ഇറക്കിയതിന് ശേഷം ആലുവ സിഗ്നലിൽ വന്ന് നിൽക്കുകയാണ്. ആലുവ കാരോത്തുകുഴിക്ക് തിരിഞ്ഞു പോകുന്ന സിഗ്നലിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് തിരിഞ്ഞ് അവിടെ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഇനി നേരെ അത്താണിക്ക് പോകാൻ, എയർപോർട്ടിൻ്റെ അവിടേക്ക് പോകാൻ. അപ്പം ഫ്രണ്ട്സ്, എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല മഴയായതുകൊണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്